ഹലോ ഗൈസ്, ഇത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കുട്ടി പർച്ചേസിന് പോയാലോ. ഞങ്ങൾ പോയത് അബുദാബി കാരിഫോറിലായിരുന്നു. പർച്ചേസിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യം കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും മാത്രമായിരുന്നു. പക്ഷെ ഷോപ്പിലെത്തി കഴിഞ്ഞിട്ടായിരിക്കും ഇതും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം, ഇതുകൂടെ എടുക്കാം എന്നൊക്കെ തോന്നി നമ്മുടെ ലിസ്റ്റ് അങ്ങ് കൂടും, ബില്ലിൻ്റെ എമൗണ്ടും കൂടുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കേക്കിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ മമ്മീനെ നൈസായിട്ട് അങ്ങോട്ട് വലിച്ചു. മമ്മി ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിച്ചുകൊണ്ട് പോയി. വെറൈറ്റീസ് ഓഫ് കേക്ക് കണ്ടപ്പോൾ ഇതിൽ ഏതെടുക്കണം എന്നായിരുന്നു പിന്നെ കൺഫ്യൂഷൻ. അങ്ങനെ ഞങ്ങളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ മമ്മി ഒരു കേക്ക് വാങ്ങി തന്നു. പിന്നെ നട്ട്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഏരിയയിലൊക്കെ പോയപ്പോൾ അതും ഇതും ചൂണ്ടിക്കാണിച്ചപ്പോൾ ലാസ്റ്റ് മമ്മി കണ്ണൂരിട്ട് പേടിപ്പിച്ചു. പിന്നെ നമ്മളൊന്നും എടുക്കാൻ നിന്നില്ല. ഇനി അവിടെ ഇവിടെയൊക്കെ പരിധി നിന്നാൽ വഷളാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് മമ്മി നമുക്ക് വേണ്ടപ്പെട്ട ഏരിയകളിലേക്ക് മാത്രം പോകാൻ തുടങ്ങി. അരി മേടിക്കാൻ ചെന്നപ്പം എല്ലാ രാജ്യക്കാരുടെ അരിയുണ്ട്, ഇതിൽ നമ്മുടെ ഏതാണെന്ന് കണ്ടുപിടിച്ചിരിക്കണം. പിന്നെ ഫ്രൂട്ട്സിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണെങ്കിൽ നല്ല മത്തങ്ങ പോലത്തെ പോമോഗ്രാനൈറ്റും പിന്നെ പേര് പോലും അറിയത്തില്ലാത്ത ഫ്രൂട്ട്സൊക്കെ കണ്ടു. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മീനിൻ്റെ ഏരിയ കണ്ടപ്പോൾ ആ പുറകിലോടുന്ന മീൻ ഒറിജിനലാണോ എന്ന് അറിയാൻ ആ അക്വേറിയത്തിൻ്റെ അടുത്തോട്ട് പോയത്. പക്ഷേ അത് സ്ക്രീൻ വെച്ച് നമ്മളെ പറ്റിച്ചായിരുന്നു കഴിച്ചു. ഇതിൻ്റെ എല്ലാം വില നമ്മൾ നാട്ടിലെ വിലയുമായി ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പിന്നെ ഞങ്ങളൊരു കുട്ടി കേക്ക് വാങ്ങി അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമില്ലാണ്. ആ കുട്ടി കേക്ക് തന്നെ ഞങ്ങളും ഗർഭിണിയും കൂടെ വീതിച്ച് കഴിച്ചു. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ. അപ്പോൾ കുട്ടിയെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ശരി, ടാറ്റാ.